അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളും എൻ്റെ ജോബിനെ കുറിച്ചാട്ടോ. എത്ര നേരമാണ് വർക്ക് ചെയ്യുന്നത്, ലീവൊക്കെ ഉണ്ടോ, അതുപോലെ സാലറിയൊക്കെ നന്നായി കിട്ടുന്നുണ്ടോ, പിന്നെ എങ്ങനെയാണ് ജോബ് വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരവാട്ടോ ഇത്. ഞാൻ കോമൺലി അറൗണ്ട് 11 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരെ പോലെ എനിക്കും കുറേ പ്രോബ്ലംസ് ഈ ഒരു ഫീൽഡിലുണ്ട് കേട്ടോ. ഒന്ന്, എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ഫീൽഡാണ്. രണ്ടാമത്തെ കാര്യം ലാംഗ്വേജ്. ഇവിടെ അറബി ഹിന്ദി കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ലാംഗ്വേജ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് രണ്ടും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് നോക്കിയിട്ട് കേട്ടോ. പിന്നെ പല വാക്കുകളും പുസ്തകത്തിൽ എഴുതിയിട്ടേക്കാണ്. ഇവിടെ എല്ലാവരും ഇംഗ്ലീഷിൽ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. പല അറബീസും അറബി മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരിക കേട്ടോ. പിന്നെ ഈ ഒരു വർക്കിനെ എങ്ങനെ കിട്ടി, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കോൺടാക്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോടാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോൺടാക്ട്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ല തൊഴിൽ കിട്ടി 2 പേർക്കുണ്ട് കേട്ടോ. ജോബ് കിട്ടാൻ ഞങ്ങൾ അത്യാവശ്യം കാര്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ 3-4 വട്ടം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി ചോദിച്ചിട്ടാണ് ഈ ജോബ് കിട്ടിയത്. ഞാൻ ചോദിച്ച സമയത്ത് ആ ചേച്ചി ലീവിന് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് 3 മാസത്തേക്ക് കയറിക്കുമെന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വേറെ എന്തെങ്കിലും ജോബ് നോക്കണം കേട്ടോ. പക്ഷേ അപ്പോഴേക്കും നമുക്കൊരു എക്സ്പീരിയൻസ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ജോബിന് കയറിയത്. ഇനി ലീവിൻ്റെ കേസ്, എനിക്ക് മാസത്തിൽ 1 വട്ടമാണ് ലീവ്. ബാക്കി എല്ലാ ദിവസവും ജോബിന് പോകണം. ആ ലീവ് എടുത്തില്ലെങ്കിൽ അതിന് പകരമായിട്ട് സാലറി ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ടൈമിങ്ങിൻ്റെ കേസാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ അറൗണ്ട് 11 മണിക്കൂർ വർക്ക് ചെയ്യണതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കൂടെ മര്യാദയ്ക്കൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും എനിക്ക് പറ്റാറൊന്നുമില്ല കേട്ടോ. പക്ഷെ അത് ഞങ്ങൾക്ക് 2 പേരും സങ്കടമില്ല കേട്ടോ. കാരണം അത്യാവശ്യം നന്നായിട്ട് കാശ് മുടക്കിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. പെട്ടെന്നുള്ള വരവ്, അതുപോലെ ടിക്കറ്റിൻ്റെ കാശ്, റൂമിൻ്റെ വാടക, പിന്നെ ഒരുമിച്ച് നിൽക്കുന്ന ചിലവ് ഭയങ്കരമായിട്ട് ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഈ ഒരു 3 മാസം ജോബിന് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ജോബിന് പോയത്. ഇനി എനിക്കറിയുന്ന ഫീൽഡ് തന്നെയാണോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഫീൽഡാണ്. പക്ഷെ പിടിച്ച് നിന്നേ പറ്റൂ. എല്ലാവരും അങ്ങനെ തന്നെയാണോ. ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ഫീൽഡിലാണ് നമുക്ക് വർക്ക് കിട്ടുക. പക്ഷേ ഇവിടെ പിടിച്ച് നിന്ന് നമുക്കറിയുന്ന ഫീൽഡിലേക്ക് ചേഞ്ച് ചെയ്യായിരിക്കും കൂടുതൽ ബെറ്ററായിട്ടൊരു ഓപ്ഷൻ വരാം കേട്ടോ. ഇപ്പോഴും ജോബ് അന്വേഷിച്ച് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കിട്ടുന്ന പണിക്ക് വേഗം തന്നെ കയറിക്കോ. അപ്പോൾ ഉള്ള ബാധ്യതയൊക്കെ കുറച്ച് ഒഴിവാക്കി സമാധാനമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടാൻ നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇനി കോൺടാക്ട്സിൻ്റെ കേസ്, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോൺടാക്ട്സ് ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ ആരും പരിചയമില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അത്യാവശ്യം നന്നായിട്ട് കോൺടാക്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല തൊലിക്കിട്ടിയും വേണം അങ്ങോട്ട് വരാനായിട്ട്, ഇതുപോലെ ചോദിച്ച് കയറി വരാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഗുഡ് നൈറ്റ് കേട്ടോ. ഭക്ഷണം കഴിച്ച് ഞങ്ങളും കിടക്കാൻ പോവാണേ. ശരി.